ഹലോ ഗേയ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ ഫുൾ ബോഡി ചെക്കപ്പൊക്കെ കഴിഞ്ഞു. റിസൾട്ടൊക്കെ കിട്ടി. ബ്ലഡ് ചെക്കപ്പിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി. അങ്ങനെ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. എന്നാൽ പ്രശ്നമില്ലാതെയും ഇല്ല. എന്തായാലും ഷുഗറൊന്നും ഒട്ടുമില്ല. അമിതമായ മുടി കൊഴിച്ചിൽ, മുടി കൊഴിഞ്ഞ് മുടി തീർന്നു. ഇനി ഇല്ല, വല്ല എക്സ്റ്റൻഷനൊക്കെ വെച്ച് നടക്കാം, അല്ലെങ്കിൽ വെട്ടിക്കളയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു വൈറ്റമിൻ ഡി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. വൈറ്റമിൻ ഡി പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10, 18, 20, 22 വയസ്സിലൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. കാരണം ആ സമയത്ത് വൈറ്റമിൻസ് ഒന്നും കഴിക്കാതെ പൊന്നൂൻ്റെ പിന്നാലെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിയിരുന്നു. ഫുഡൊന്നും കറക്റ്റ് കഴിക്കാറും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വൈറ്റമിൻ ഡി എനിക്ക് സഫീഷ്യൻ്റ് ആണ്. പിന്നെ കൊളസ്ട്രോൾ ഒന്നുമില്ല. അതിനി ആരും വേവലാതിപ്പെടേണ്ട, കൊളസ്ട്രോൾ എന്ന് വിളിച്ചിട്ട്. പിന്നെ വേറെ എന്താണ്, ഹീമോഗ്ലോബിൻ കറക്റ്റാണ്. പിന്നെ എല്ലാവരും പേടിക്കണം, തൈറോയിഡും ഇല്ല. അങ്ങനെ കാൽസ്യമൊക്കെ എന്തായാലും സഫീഷ്യൻ്റ് തന്നെയുണ്ട്. പിന്നെ ഫെർട്ടിൻ ഡോക്ടർ പറഞ്ഞതാണ് എന്തായാലും ടെസ്റ്റ് ചെയ്യണമെന്ന്. പല ഡോക്ടേഴ്സിൻ്റെ ഇതിൽ എന്താ പറയുക, കൺസൾട്ട് ചെയ്തതിന് ശേഷം അവരെല്ലാവരും എഴുതിയിട്ടുണ്ട്. സ്കിന്നിൻ്റെ ഉണ്ട്, ഹെയറിൻ്റെതുണ്ട്, ഓർത്തയുണ്ട്, ഗൈനക്കുണ്ട്, പലതും ഉണ്ട്. അപ്പോൾ എല്ലാ പേരും കൂടെ ഒരു ലിസ്റ്റ് തരട്ടെ എന്ന് ഞാനും ആദ്യം വിചാരിച്ചു. പിന്നെ ഹീമോഗ്ലോബിൻ അത് സഫീഷ്യൻ്റ് ആണ്. പിന്നെ ബാക്കി LFT അതിനൊന്നും പ്രശ്നമില്ല, ലിപ്പിഡ് അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ ഉള്ളൊരു വിഷയം തൈറോയ്ഡ് ഒട്ടുമില്ല. തൈറോയ്ഡാണ് എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ്. ലേഡീസിന് എല്ലാവർക്കും പേടിയുള്ളൊരു സംഭവമാണ് തൈറോയ്ഡ്. അത് പ്രശ്നമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമറ്റോളജിയിൽ CBC ഇതിൽ ആകെ ലിംബോസൈറ്റ് അത് 20 കുറവും 40 ബോർഡറുമാണ്. പക്ഷേ എനിക്ക് 44 ഉണ്ട്. പിന്നെ PCV സോറി കേട്ടോ, അത് എനിക്ക് 37 ഉള്ളൂ. 38എങ്കിലും ഏറ്റവും കുറവ് വേണം, അതുണ്ട്. പിന്നെ അതൊന്നും അല്ലാതെ ഇനിയിപ്പോൾ അടുത്ത അബ്ഡോമൻ പെൽവിസിൻ്റെ സ്കാനിങ് ഇന്നാണ്. ഇന്നിപ്പോൾ പോയി സ്കാൻ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? പുതിയ ഡ്രസ്സാണ്, ഭംഗിയുണ്ടോ? എനിക്ക് പൊതുവെ ഇങ്ങനത്തെ കോസ്റ്റ്യൂംസിനോട് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. ഈ ടൈപ്പ് ഇങ്ങനത്തെ പാരൽ ഇതേപോലത്തെ ബോട്ടമില്ലേ, ഇങ്ങനത്തെ പാൻസും ഇതുപോലെ ഫോമോ ഷർട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ടപ്പം അബ്ഡോമൻ സ്കാനിങ്ങിന് പോകുന്നതാണ് പെൽവിസിൻ്റെ. അപ്പം ബട്ടൺസൊക്കെ ഊരിക്കളഞ്ഞ് ഇങ്ങനെ അതൊന്ന് കിടക്കാൻ സുഖം ഇതാണ്. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പോയിട്ട് പെൽവിസിൻ്റെ അബ്ഡോമൻ്റെ സ്കാൻ ചെയ്തിട്ട് വരാം. സ്കാനിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടും കൂടി വരട്ടെ. എന്താണെന്നറിയാം, അറിയാനൊന്നുമില്ല. സാധാരണ ഒരു 10-12 വർഷം സ്ഥിരം കൊണ്ടു നടക്കും പോലെ 2 mm, 3 mm, 4 mm, 5 mm 4 സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ. അത് സ്ഥിരമാണ്, ഞാൻ അവിടെ നിക്ഷേപിച്ചിട്ടിരിക്കുന്നത്. പിന്നെ പുതിയൊരു സാധനം കൂടിയുണ്ട്. അത് എല്ലാ വർഷവും ഇതുപോലെ ഫുൾ ബോഡി ചെക്കപ്പ് നമ്മൾ ചെയ്യണം. കാരണം ചെയ്താൽ മാത്രമേ ഇതുപോലെ എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ളതുണ്ടെങ്കിലും അറിയാൻ പറ്റൂ. അതുകൊണ്ട് യൂട്രസിന് പുറത്ത് ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ട്, കുഞ്ഞൊരു 1 സെൻറ്റിമീറ്റർ. അതിപ്പോൾ വളർന്നോ ഇല്ലെന്നറിയാം. നോക്കിയിട്ട് 2 വർഷമായി. ഇന്നിപ്പോൾ പോയിട്ട് നോക്കിയിട്ട് വരാം, എങ്ങനെയുണ്ട് എന്ന് നോക്കാമല്ലോ.